ഹലോ, അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് ഇത്. നമ്മുടെ ചക്കയുടെ സീസണൊക്കെ ആണല്ലോ, എല്ലാ വീട്ടിലും ചക്ക ഉള്ള സമയമാണ്. അപ്പോൾ എല്ലാ വീട്ടിലും ചക്ക വെട്ടുന്ന സമയമാണ്. ഇതിനൊരു പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചക്ക വെട്ടിക്കഴിഞ്ഞാലുള്ള കറ നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ വെട്ടുകത്തിയിൽ നിന്നുമൊക്കെ നീക്കം ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ കറ നമ്മൾ ഒത്തിരി കറയാകാണ്ട് തന്നെ നമ്മൾ എത്ര ചക്ക വൃത്തിയാക്കിയാലും നമ്മുടെ കയ്യിൽ കറയാകാത്ത രീതിയിലുള്ളൊരു ചെറിയൊരു ടിപ്പാണ്. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ഇപ്പോൾ ഈ ചക്ക വെട്ടിയെടുത്തു. ചക്ക വെട്ടിയതിന് ശേഷം അതിനകത്ത് ആ കറയൊക്കെ ഒന്ന് പേപ്പർ കൊണ്ടൊന്ന് തുടച്ച് മാറ്റുക. അതിന് മുന്നേ തന്നെ നമ്മൾ ചക്ക വെട്ടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കയ്യിലും പിച്ചാത്തിയിൽ നമ്മൾ എടുക്കുന്ന കത്തിയിലും വെട്ടുകത്തിയിലൊക്കെ അല്പം എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുക. വെളിച്ചെണ്ണയോ എന്ത് എണ്ണയായാലും കുഴപ്പമില്ല. ഒന്ന് പുരട്ടിയതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് ചരിച്ചൊന്ന് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കറയാകാണ്ട് നമ്മുടെ കയ്യിൽ കറയാകാണ്ട് നമുക്ക് ചക്ക വൃത്തിയാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ചക്ക വെട്ടി ഉടനെ തന്നെ നമ്മളതിനെ രണ്ടായിട്ട് മുറിക്കാൻ നോക്കരുത്. നമ്മളൊരു 10-15 മിനിറ്റ് അതിനെ ചക്ക പ്ലാവിൽ നിന്ന് അടർത്തിയ ഉടനെ തന്നെ അതിൻ്റെ കാമ്പൊന്ന് വെട്ടിക്കളഞ്ഞതിന് ശേഷം ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിനകത്തുള്ള കറ ഫുള്ള് പോയി നല്ല രീതിയിൽ ആ കറയുടെ ഒലിപ്പങ്ങ് നിൽക്കുന്നത് വരെ അതിന് ശേഷം മാത്രം നിങ്ങളതിനെ ചക്ക രണ്ടായിട്ടൊന്ന് മുറിക്കാൻ നോക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലൊന്നും കറയാകാണ്ട് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വൃത്തിയാക്കി എടുക്കുന്നതിന് ശേഷം നമുക്ക് ചക്ക എടുത്ത് ഓരോ കഷ്ണം എടുത്ത് ഇതുപോലെ എൻ്റെ തലപ്പ് വെട്ടിയതിന് ശേഷം നമ്മുടെ കയ്യിലൊന്നും കറയാവത്തില്ല. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഏത് രീതിയിൽ ചക്ക അരിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ കറയാവും. പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കറയൊന്നും ആകത്തില്ല. അല്പം വെളിച്ചെണ്ണ മാത്രം ഒന്ന് പുരട്ടിയാൽ മാത്രം മതിയാവും. പിന്നെ ഇതുപോലെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇത് ചക്കയൊക്കെ ഫ്രീസറിൽ വെച്ചൊന്ന് സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു രീതിയിൽ നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ട ചക്കയുടെ ആ മുള്ളൊന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു ചക്ക നമുക്ക് ഒരു ദിവസം വേണ്ടല്ലോ. അപ്പോൾ നമ്മളതിനെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെയൊക്കെ എടുക്കാനായിട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പമാണ്. നിങ്ങൾ വേറെ ഏതൊരു രീതിയും പല രീതികളും നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ കയ്യിലൊക്കെ കറയാകും. പക്ഷേ എനിക്ക് ഈ ഒരു കംഫർട്ടായിട്ട് ഈ ഒരു രീതിയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ നമുക്ക് ചക്ക വൃത്തിയാക്കി നമ്മുടെ കയ്യിൽ കണ്ടോ, കയ്യിലൊന്നും കറയായിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ.